വഖഫ് ഇന്ന് ചർച്ചകളിൽ ഇടം പിടിച്ചതും ഇതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരത്തിന്റെ കൽപ്പടവുകൾ തീർക്കുന്നവരും മറന്നുപോകുന്ന ചിലതുണ്ട്. എന്താണ് വഖഫ്? ഇസ്ലാമിക നിയമപ്രകാരം ഒരാളുടെ സ്വത്ത് അയാളുടെ കാലശേഷം അനന്തരാവകാശികൾ ഇല്ലാതാവുകയോ അത് അനുഭവിക്കാൻ അർഹതപ്പെട്ട ആരും ഇല്ലാതാവുകയോ ചെയ്യുമ്പോൾ തന്റെ പൂർണ്ണ മനസ്സോടെ സ്വത്തുക്കൾ ദൈവത്തിൽ സമർപ്പിക്കുന്നു എന്നതാണ്. പരമകാരുണികനും സൃഷ്ടാവുമായ ദൈവത്തിൽ സമർപ്പിക്കുന്ന സ്വത്തുക്കൾ ദൈവത്തിന്റെ നിയമപ്രകാരം സാധുക്കളായ ജനവിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയും കോടികളുടെ ആസ്തി വകകളും ഏതാനും ചില കൈകളിൽ മാത്രം പരിപാലിക്കപ്പെടുമ്പോൾ ദൈവിക കൽപ്പനകളും സങ്കല്പങ്ങളും തകർന്നു പോകുന്നില്ലേ എന്നാണ് ചിന്തിക്കേണ്ടത്. സ്വസമുദായത്തിൽ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്. തലചായ്ക്കാൻ ഇടമില്ലാത്തവരും നിരവധിയാണ്. അന്നമുണ്ണാൻ വകയില്ലാത്തവരും വിവാഹം കഴിക്കാൻ നിർവാഹമില്ലാത്തവരുമുണ്ട്. ദൈവത്തിന്റെ സ്വത്ത് കൂട്ടിവെക്കാൻ ഉള്ളതാണോ, അതോ ദൈവത്തിന്റെ സൃഷ്ടികളായ പാവങ്ങളെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണോ? ഈ നാട്ടിലെ കോടീശ്വരായ ഭൂ ഉടമകൾ മറ്റാരുമല്ല, വഖഫും ദേവസ്വങ്ങളും ക്രിസ്തീയ സഭകളും തന്നെയാണ്. അന്യൻ വിയർക്കുന്ന പണം കൊണ്ട് സ്വർണ്ണ തളികയിൽ ഭക്ഷണം കഴിക്കുന്നവർക്ക് ദൈവം കൽപ്പിച്ചു നൽകിയ അവകാശമാണോ പാവപ്പെട്ടവന്റെ ദാരിദ്ര്യം കാണാതെ കണ്ണടച്ചിരിക്കാൻ?